കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണത്തെക്കാൾ മികച്ചത് മനുഷ്യന് നൽകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കുറുമ്പുള്ള ആനകളാണെങ്കിൽ പിടിച്ച് പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. വന്യജീവി ആക്രമണത്തിൽ ധനസഹായം നൽകുന്നതിൽ പിശുക്ക് കാണിക്കരുത് എന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണം അതിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളും ജനപ്രതിനിധികളും എല്ലാ ഭരണ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന്. സുജിത്ത്, എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു? സുജിത്ത്, ഉന്മേഷ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പടമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് മാർ റാഫേൽ തട്ടിൽ സന്ദർശിച്ചത്. ഇതിനുശേഷം അദ്ദേഹം കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. വീടിനകത്ത് പ്രാർത്ഥനയും നടന്നു. ഇന്നലെ ഈ പെസഹ ദിനവുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണത്തിലും ഈ വിഷയം തന്നെയാണ് ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണത്തെക്കാൾ മികച്ചത് സംരക്ഷണം മനുഷ്യന് നൽകാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട്. അത് എല്ലാ സർക്കാരുകളും ജനപ്രതിനിധികളും അതുപോലെ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നത് പോലെ മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നില്ല. സ്ഥിരം പോംവഴികളെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാകേണ്ടതുണ്ട്. ഈ കുറുമ്പ് കാണിക്കുന്ന ആനകളുണ്ടെങ്കിൽ അവയെ പിടിച്ച് പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. ഇങ്ങനെ സംരക്ഷിക്കുന്ന കേന്ദ്രം തൃശ്ശൂരിലുണ്ട്. അതായത് ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നഷ്ടപരിഹാരം, ധനസഹായം എന്നിവ നൽകുന്നതിൽ ഒരു തരത്തിലുള്ള പിശുക്കും കാണിക്കരുത് എന്നും റാഫേൽ തട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നലെ ഈ നടവയൽ പള്ളിയിലാണ് അദ്ദേഹം എത്തിയത്. അതായത് ഈ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾക്ക് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണത്തിലും ഈ സമാന വിഷയം തന്നെ ഉയർത്തിയിരുന്നു. ഓശാന ഞായറിന്റെ ഭാഗമായാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.